അരി വിതരണം നിലയ്ക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കോഴിക്കോട് നിന്ന് സിനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന് നോക്കാം. കരാറുകാരുടെ കുടിശ്ശിക 100 കോടി കടന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിൽ. കടകളിൽ സാധനങ്ങൾ എത്തിച്ച് നൽകുന്ന വാതിൽപ്പടി സേവനം നിർത്തിവെക്കാനാണ് കരാറുകാരുടെ തീരുമാനം. കഴിഞ്ഞ മാസം കടകളിൽ എത്തിച്ച അരി തീർന്നു കഴിഞ്ഞാൽ റേഷൻ വിതരണം നിലയ്ക്കും. 77 താലൂക്കുകളിലായി 55 കരാറുകാരാണ് റേഷൻ സാധനങ്ങൾ കടകളിൽ എത്തിച്ചു നൽകുന്നത്. കഴിഞ്ഞ 3 മാസമായി കരാർ തുക ലഭിച്ചിട്ടില്ല. ഇതോടെ ലോറി വാടകയും തൊഴിലാളികളുടെ വേതനവും മുടങ്ങി. തൊഴിലാളി ക്ഷേമനിധി തുകയും അടച്ചിട്ടില്ല. പോക്കറ്റ് കാലിയായതോടെ കരാറുകാർ വാതിൽപ്പടി സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കുടിശ്ശിക നൽകുന്നത് വൈകിയാൽ ഈ മാസം പകുതിയോടെ റേഷൻ വിതരണത്തെ ബാധിക്കും. പണിമുടക്കല്ല സംഭവം. പണം കിട്ടാത്തത് കൊണ്ട്, ഇപ്പോൾ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ലോറിക്കാർ വരുന്നില്ല, റേഷന് കടയിലേക്ക് അരി എത്തുന്നില്ല. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾ 3-3.5 കോടി ജനങ്ങളുടെ ബാധിക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ സർക്കാരിന്റെ നയം എന്താണ്? കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യത്തിൽ ഇടപെടണം. ഞങ്ങളുടെ കയ്യിൽ കുറച്ചരി സ്റ്റോക്ക് ഉണ്ട്, ഇത് കൊടുത്ത് തീർന്നാൽ റേഷൻ കട കാലിയാവും. അതിന് മുഖ്യമന്ത്രിയും ധനമന്ത്രി, ഭക്ഷ്യമന്ത്രി ഞാൻ പറയുന്നില്ല, അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭക്ഷ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയാലല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം 30-ന് കരാറുകാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ചെയർമാന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് പോലും അധികൃതർ തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.